സോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനി പുറത്തുനിന്ന് പോകണം, കുറച്ച് പരിപാടിയുണ്ട്, ഫ്രണ്ട്സിനെ കണ്ട് കാണാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട ആ ടോപ്പിക്ക്, ഈ UK ബെനിഫിറ്റ്സ് ആർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാവരും ILRനെ പറ്റി ഇങ്ങനെ വേവലാതിപ്പെട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ ഇഷ്യൂസൊന്നും വരാതെ തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു ടോപ്പിക്ക്, ഈ ILR കിട്ടിക്കഴിഞ്ഞുള്ള ബെനിഫിറ്റ്സ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഈ ILR എടുത്തിട്ട് എല്ലാവർക്കും മെയിനായിട്ട് ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK കിട്ടുന്ന ബെനിഫിറ്റുകളെല്ലാം ഇങ്ങനെ ക്ലെയിം ചെയ്യുക എന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇതുകൊണ്ടാണല്ലോ ഇവർ ഈ ILR എല്ലാവർക്കും കൊടുക്കണ്ട എന്നൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതായത് ഈ 2020 ശേഷം UK എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. 20 ശേഷം കുറവാണ്, 2021 കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഒരു ഫ്ലോ ഈ കൺട്രിയിലോട്ടുണ്ടായത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ ILR കൊടുക്കേണ്ട ഒരു ടൈമാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളൊക്കെ. അപ്പോൾ അത് അവർ പറയുന്നത്, ഈ ILR കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എല്ലാം ആൾക്കാർ ക്ലെയിം ചെയ്ത് അത് UK ഒരു വലിയ ഒരു തലവേദന ആവുമെന്നാണ്. സംഭവം ശരിയാണ് ആലോചിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ടാക്സ് കൊടുത്ത പൈസ തന്നെയല്ലേ അവർ ഈ ക്ലെയിമായിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മിക്ക കാര്യങ്ങൾക്കും ഇവിടെ ഭയങ്കര ലോ ആണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണ് നോക്കിക്കഴിഞ്ഞാൽ ടാക്സ് കൊടുത്തിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാൻ നാട്ടിലാണ് പോയി ചികിത്സ ചെയ്യാറില്ല. ഇവിടെ ഞാൻ ഒന്നിനും നിൽക്കാറില്ല. ഇവിടെ പോയിട്ടുണ്ട്, എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുമില്ല. അതൊക്കെ വിടാം. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന ബെനിഫിറ്റിൻ്റെ കാര്യമാണ്. ഈ ബെനിഫിറ്റ്സ് ആണ് നിങ്ങളെ തലവേദനയെങ്കിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം ബെനിഫിറ്റ് കൊടുക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെയും തുച്ഛമായ പൈസയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം? അവർ നിങ്ങളെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു, അവരവസ്ഥ കൊണ്ട് അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചൈൽഡ് കെയർ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ ഒരുപാട് ഇഷ്യൂസ് കാണും. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് തുച്ഛമായ പൈസയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചൈൽഡ് ബെനിഫിറ്റ് ആയാലും മറ്റുള്ള എന്താ പറയുക, മെയിനായിട്ട് ഞാൻ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നൊരു സംഭവമാണ് ഈ ചൈൽഡ് ബെനിഫിറ്റ്സ്. ഞാനിപ്പോൾ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാറിൻ്റെ കാര്യമായാലും ഇങ്ങനെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഫുൾ ടൈം ജോലിയുള്ള ആൾക്കാർക്കൊന്നും സത്യം പറഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ILR കൊടുക്കുന്നതിൽ തെറ്റില്ല, കാരണം നമുക്ക് വിസ ഇല്ലാതെ ഇവിടെ നിൽക്കാം. ഇപ്പോൾ UK ഗവൺമെൻറ്റിന് ILR കൊടുക്കുന്നതല്ലല്ലോ ഇഷ്യൂ, ഈ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുമ്പം ഈ ഹൈലി സാലറി ഉള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് കൊടുക്കാതിരിക്കുക. എനിക്ക് പറയാനുള്ള ഒരു മെയിൻ പോയിൻ്റാണ്, അവർക്ക് കൊടുക്കാതിരിക്കുക. അവർക്ക് മെയിനായിട്ട് വേണ്ട എല്ലാം കൊടുക്കുക. ഈ പറഞ്ഞ ഈ ചൈൽഡ് ബെനിഫിറ്റ്സും പിന്നെ കുറേ ബെനിഫിറ്റ്സുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാതിരിക്കുക. ഈ സാധാരണ ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, കാരണം അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഞാനീ പറഞ്ഞത് എത്ര പേര് യോജിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. യോജിക്കുന്നവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന എന്താ പറയുക, UK ഗവൺമെൻറ് ഒരു സാലറി ത്രഷോൾഡ് വെക്കുക. അതായത് ഇപ്പോൾ ഈ ILR കൊടുക്കുന്ന വ്യക്തികൾക്ക് ഇത്രയും എമൗണ്ട് സാലറി ഉള്ള ആൾക്കാർക്ക് ഈ ചില ബെനിഫിറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. അവർ പൈസ ഉണ്ടായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നത്? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ വലിയ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ക്ലെയിം ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ. ILR കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം UK ഊറ്റാൻ നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇപ്പം ഭാവിയിൽ ഞാനിങ്ങനെ ചെയ്യുന്നല്ല, ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണ്. നമ്മളെ പാക്കേജ് അനുസരിച്ച് നമ്മൾ മലയാളികളെ ഒരു ശീലമുണ്ട്, ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അത് ഓസിന് കിട്ടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാലറി ത്രഷോൾഡ് എന്തായാലും വെക്കുക. ആ ത്രഷോൾഡിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ലോ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റൊക്കെ കൊടുക്കുക. ഹൈ ഇൻകം ഉള്ളവർക്ക് കൊടുക്കണ്ട. ഇത് നല്ലൊരു പരിപാടിയാണ് ഞാനീ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ILR എടുക്കുമ്പം നിങ്ങൾക്ക് ഒരു ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹോം ഓഫീസിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് എനിക്കറിയാം. അത് നിങ്ങളൊരു പോയിൻ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ILR കൊടുക്കുമ്പോൾ ഒരു ഇയർ വെക്കുക. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്റ്റൻഷൻ വെക്കുക. ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു 2000-3000 പൗണ്ട് ഒരു എക്സ്റ്റൻഷൻ വെക്കുക. എല്ലാവരും റെഡി ആയിരിക്കും ഈ പൈസ അടയ്ക്കാനായിട്ട്. കാരണം എല്ലാ വർഷവും പുതുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവർക്കൊരു ഇൻഡെഫിനിറ്റ് ലീവ് തന്നെ കിട്ടിയാലോ. അങ്ങനൊരു സംഭവം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നേട്ടമല്ലേ. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് നേട്ടമാണ്, ഞങ്ങൾക്കും ഹാപ്പിയാണ്.
അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് യോജിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ടോപ്പിക് റിലേറ്റഡായിട്ട്. നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതൊക്കെ സംസാരിക്കാം. പിന്നെ കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ അപ്പുറത്തോട്ട് പോവാണ്. അപ്പം ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. നമുക്കിതിനെ പറ്റി ഒന്ന് സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ വെക്കാം. ഓക്കെ, അപ്പം ഓക്കെ, ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.